ലോ ബഡ്ജറ്റ് വണ്ടി നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു മാരുതി 800 ഉണ്ട്. 35,000 അടുത്ത് റേറ്റ് വരുന്നുള്ളൂ. കൊറോള അൾട്ടിസ് വില ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വന്ന വണ്ടിയാണ്. പെട്രോൾ അല്ലത്, പെട്രോൾ ഉള്ളൂ. അന്തകാലത്ത് 2004 അത് കൊറോള മാത്രമേ കൊറോള ഉള്ളൂ. സോറി, അൾട്ടിസ് ഇല്ല. അൾട്ടിസ് ഞാൻ തള്ളിയപ്പോൾ കൂടിപ്പോയതാണ്. കൊറോള പെട്രോൾ ആയിരിക്കും 1.8 പെട്രോൾ. ഇപ്പോൾ വന്നിട്ടുള്ളൂ. റേറ്റ് കിട്ടിയിട്ടില്ല, ഡീറ്റെയിലും കിട്ടിയിട്ടില്ല. പിന്നെ ഉള്ളത് നമ്മളെ ടാറ്റയുടെ വിസ്തയാണ്. ക്വാഡ്രജറ്റ് ആയിരിക്കും എഞ്ചിൻ വരുന്നത്. 2010 മോഡൽ ഡീസൽ. 2010 എക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണല്ലോ. കിലോമീറ്റർ കുറെ ഓടിയോ? ഒന്നും ഓടി ഉണ്ടാവുമല്ലോ. ഏകദേശം അറൗണ്ട് 1 ലാഖ് അടുത്ത് ഓടിയിട്ടുണ്ട്. അറൗണ്ട് 1 ലാഖിന് അടുത്ത് തന്നെ ഓടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കഴിഞ്ഞത് വീഡിയോയിൽ കാണിച്ച 2012 പോലെ തന്നെ നല്ല ഷേപ്പ് ഉള്ള നല്ല തക്കുടു നല്ല ക്വാളിറ്റി വണ്ടി കേട്ടോ. നല്ല ക്വാളിറ്റി വൃത്തിയുള്ള ക്വാളിറ്റി. ഓ, ഉള്ളിലേക്ക് എന്താ പാട്? ഫുൾ മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ്. എഞ്ചിന് അതേപോലെ തന്നെ ഇൻജക്ടേഴ്സ് ചെക്ക് ചെയ്തിട്ട് എടുക്കാം. വർക്ക്ഷോപ്പിൽ വേണം ചെക്ക് ചെയ്യാം. 84 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റേറ്റ് എത്ര ചോദിക്കുന്നത്? 1.5 1,05,000. 20 ഒക്കെ മൈലേജ് ഏകദേശം കിട്ടുന്നുണ്ടോ? പക്ഷെ നമ്മളെ സ്വിഫ്റ്റിനേക്കാളും കുറച്ചും കൂടെ വെയിറ്റും സ്റ്റെബിലിറ്റി ഒക്കെ വരുന്ന വണ്ടിയാണ്. എടുക്കുന്ന ആൾക്ക് വേറെ ലോ ബഡ്ജറ്റ് വണ്ടിനെ കൊണ്ട് പിന്നെയും മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. എടുക്കാം. റേറ്റ് ഇനി കുറച്ച് കൊടുക്കും ചെയ്യും. ലോണ് കിട്ടില്ല. 2010 കൊണ്ട് രണ്ടാം തവണ വരെ വരുന്നേ. ഫസ്റ്റ് വന്നപ്പോൾ വണ്ടി അതും അഡ്വാൻസ് ആയി. സെക്കൻഡ് വന്ന വണ്ടിയും അഡ്വാൻസ് ആയി പോയി. അപ്പൊ ഇനി വേറെ ഏകദേശം ഒരു വണ്ടി ഇപ്പൊ നമുക്ക് നമ്മളെടുത്ത് ഒരു വണ്ടി എടുക്കുള്ളൂ എന്നാണ് കേട്ടാ പോകുന്നത്. പട്ടാമ്പിക്കാരാണ്. നല്ല ഡീലിംഗ് ആണ്. അല്ല, റേറ്റ് കുറച്ചു തരാം കുറച്ച് വരുന്നുണ്ട്. എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്. നന്നായി കുറച്ച് തരുന്നുണ്ട്. നല്ല ഡീലിംഗും ആണ്. മതി. അപ്പൊ അവർക്ക് ഏകദേശം ഒരു വണ്ടി നമുക്ക് കൺഫേം ആക്കിയിട്ടുണ്ട്. അപ്പൊ ഡെലിവറി നമുക്ക് കാണിക്കാം അടുത്ത വീഡിയോയിൽ. നമസ്കാരം, ഞാൻ അബി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പുളിക്കൽ നമ്മളെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയും അതേപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയൊക്കെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു കാർ ക്രാഡിൻ്റെ മേളിനകത്തുള്ള കുറച്ച് അടിപൊളി വണ്ടികൾ കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അതേ വണ്ടികളുടെ ബാക്കി വരുന്ന ഏകദേശം 15ഓളം കൊമേഴ്ഷ്യൽ, ഇന്നോവ ഇങ്ങനെയുള്ള കുറേ വണ്ടികളാണ്. അപ്പോൾ മേള നടക്കുന്ന ഗ്രൗണ്ടിന് ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഡേറ്റ് വരുന്നത് ജനുവരി 25 വരെയാണ്. അപ്പോൾ ഇവിടെയുള്ള അടിപൊളി വണ്ടികളൊക്കെ പരിചയപ്പെട്ട് തുടങ്ങും. സോ മൂവിങ് ടു ദ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഇതേപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇനി നേരെ വണ്ടി വിശേഷങ്ങളിലേക്ക്. സൗക ഓൾട്ടോ ആണ്, ലോ ബഡ്ജറ്റിൽ. ഡീറ്റെയിൽ എങ്ങനെയാണ്? 2008-9. ഓക്കെ, 8-9 എന്ന് പറയുമ്പോൾ റിന്യൂവൽ ഏകദേശം ആയിട്ടുള്ള വണ്ടിയാണ്. റിന്യൂവൽ എടുത്തു കൊടുക്കുക, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ? റിന്യൂവൽ എടുത്തു കൊടുക്കാം. 800 cc ആയിരിക്കും, MPF ആയിരിക്കും എഞ്ചിൻ വരുന്ന 5 സ്പീഡ് ഗിയർ ബോക്സ്. നമുക്ക് ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ചെറിയ ഫാമിലിക്ക് പറ്റിയ ചെറിയൊരു വണ്ടി. ഓൾട്ടോന് റേറ്റ് എത്ര ചോദിക്കുന്നത്? 65,000 രൂപ. 65,000 രൂപ. AC ഒക്കെ വർക്കിംഗ് അല്ലേ വണ്ടിയുടെ? നിലവിലുള്ള കണ്ടീഷൻ ഒക്കെ എങ്ങനെയാണ്? നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല വണ്ടിയാണ്. എടുക്കുന്ന എന്തെങ്കിലും ലോ ബഡ്ജറ്റ് വണ്ടിനെ കൊണ്ട് പിന്നെ മെക്കാനിക്കൽ സൈഡ് ഒന്നും ഉണ്ടാവില്ല. മെക്കാനിക്കൽ സൈഡ് കാര്യമായിട്ടൊന്നും ചെയ്യണമെന്നില്ലല്ലോ. 2008-2009 വണ്ടിനെ കൊണ്ട് പേപ്പർ 5 വർഷത്തേക്ക് കിട്ടുന്നുണ്ടാവും. ലോണ് കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല. അടുത്തത് 13 LXi ആൾട്ടോ. 800 cc ആയിരിക്കും എഞ്ചിൻ വരുന്നുണ്ടാവുക. 18-20 റേഞ്ചിൽ, ചിലപ്പോൾ അതിന് മുകളിലൊക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. കിലോമീറ്റർ എത്രയാ? 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ, സെക്കൻഡ്? സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും കാര്യമായിട്ട് പറയണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. കമ്പനി പെയിന്റ് തന്നെയുള്ളത്. കാര്യമായിട്ട് ടച്ചപ്പ് കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ കാണുന്നില്ല. റേറ്റ് എത്ര ചോദിക്കുന്നത് സാധിക്കോ? 185 ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കാം. ഫുൾ ലോണ് 170 റേഞ്ചിൽ കയറുന്നതാണ്. അപ്പോൾ ആ ഒരു 1.25 റേഞ്ചിലേക്കൊക്കെ കുറച്ച് കൊടുക്കാൻ പറ്റില്ലേ? ഫുൾ ലോൺ ആക്കി കൊടുക്കാം. തീർച്ചയായും. ആഫ്റ്റർ മാർക്കറ്റ് LOS ചെയ്തിട്ടുണ്ട്. ഫീച്ചർ സൈഡിൽ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ടാവും. ഡീസൽ നമ്മളെ ഫിയാറ്റിൻ്റെ സെയിം എഞ്ചിൻ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. റിന്യൂവൽ എന്നാ വരുന്നുണ്ടാവുക? 2024 ചെക്ക് ചെയ്തിട്ടില്ല. ടൈമുണ്ട്. കോപ്പർ റെഡ് എന്നുള്ള കളറായിരിക്കും വരുന്നുണ്ടാവുക. LOSനായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വണ്ടിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? 165 ചോദിക്കുന്നുണ്ട്, മാന്യമായിട്ട് കുറച്ച് കൊടുക്കാം. 165 ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കാം. KL 18 വടകര രജിസ്ട്രേഷൻ ആണ്. കംപ്ലൈന്റ് എന്തെങ്കിലും വണ്ടിയാണ്, ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. കംപ്ലൈന്റ് 1 ലാഖ് അബോ ഓടിയിട്ടുണ്ട്. കംപ്ലൈന്റ് ഒന്നുമില്ല. നിലവിലെ കണ്ടീഷൻ ഓക്കെയാണോ? സൗക, അപ്പോൾ ആദ്യത്തെ വണ്ടി ഡാറ്റ്സന്റെ ഗോ ആണ്. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർ വണ്ടിയാണ്.
ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC ഉണ്ടാവും, 2 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട്, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചറായിട്ട് വരുന്നുണ്ടാവുക. ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ വലിയൊരു വണ്ടിയാണ്. 5 സീറ്റർ എന്നും വേണമെങ്കിൽ പറയാം, പക്ഷേ വേണമെങ്കിൽ 6 സീറ്റർ എന്നും പറയാൻ പറ്റും. കാരണം ഫ്രണ്ടിലത്തെ സീറ്റ് കുറച്ചുകൂടെ സ്പേസ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബോഡി ക്വാളിറ്റി നല്ലപോലെ ഉണ്ട്. കമ്പനി പെയിന്റ് തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത്. സാബിത്ക റീപ്ലേസ് എന്തുണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. വില എത്ര വരുന്നത്? 190. അത് ഫുൾ ലോണ് കിട്ടാൻ സാധ്യതയുള്ള ഫുൾ ലോണ് കിട്ടുന്നുണ്ടാവും. 18-19 ഓട്ടോ 800 സാധാരണ കാണുന്നതിനേക്കാളും റേറ്റ് കുറവുണ്ട്. VXI ആണ്. 73,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ തന്നെയല്ലേ? ഓ, സിംഗിൾ ഓണർഷിപ്പില്ല. ഓക്കെ, വണ്ടി ലോക്കാണ്. ഫീച്ചർ സൈഡിൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, അതേപോലെ തന്നെ 2 ഫ്രണ്ട് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും, സെൻട്രൽ ലോക്ക് വരുന്നുണ്ടാവും. VXI ആയതുകൊണ്ട് വേറെ എന്തെങ്കിലും വ്യത്യാസം എന്തെങ്കിലും പിന്നെ കാര്യമായിട്ടുള്ളത് കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ടാവും. LHL നമുക്ക് വരാത്തതാണ്. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റെഡി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ലേ? അതെ, ഹിസ്റ്ററി ഉണ്ടാവും. ചെക്ക് ചെയ്തോണ്ട് വന്നോട്ടെ. ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട്. ചെക്ക് ചെയ്ത് വന്നോട്ടെ കേട്ടോ. റേറ്റ് വരുന്നത് 2,73,000. 273 റേറ്റ് ഉള്ളത്. അത് ഫുൾ 18-19 പറഞ്ഞാലും ഫുൾ ലോണിന് വരേണ്ടതാണ്. അതിനും കുറയും ചെയ്യും. കുറച്ച് കൊടുക്കാം. നമ്മളെ കഴിഞ്ഞ ഓട്ടോനൊക്കെ ഡെലിവറി മാതിരി മാക്സിമം കുറച്ച് മാക്സിമം കുറയ്ക്കാം. അടുത്ത് 2014 LXI വാഗനർ കേട്ടോ. K സീരീസ് ആയിരിക്കും എഞ്ചിൻ വരുന്നുണ്ടാവും. ആഫ്റ്റർ മാർക്കറ്റ് അലോയ് ചെയ്തിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പോർച്ചിന് ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവുക. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണേ. അതെ. സവിക്ക സെക്കൻഡ് ഓണർഷിപ്പിലാണേ. ഓ, റേറ്റ് എത്ര വരുന്നത്? റേറ്റ് 2,99 വെക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കാം. ഓക്കെ. ഫുൾ ലോൺ എന്ന് പറയാൻ പറ്റുമോ? 2014 വണ്ടിക്ക്? ഓ, ഏകദേശം ഫുൾ ലോൺ. ഓക്കെ. സവിക്ക അടുത്ത് ഒരു പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. കസ്റ്റമർ കൊണ്ടുവച്ചാണ്. സൂചന ആദ്യം തന്നിട്ടുണ്ട്. വില കൂടുതൽ എൻ്റെ അടുത്ത് പറഞ്ഞു വരണ്ട. 2010 വാഗനർ. 2010 വാഗനർ K സീരീസ് എഞ്ചിൻ ന്യൂ ഷേപ്പ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. 95,000 LXI വണ്ടി. 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ്, സ്റ്റീരിയോ ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഗ്ലാസ്സിൽ ചെറിയ ക്രാക്ക് ഉണ്ട്. മെയിൻ ഗ്ലാസ് അപ്പോൾ റീപ്ലേസ് എന്നുള്ള രീതിയിൽ തന്നെ പറയേണ്ടി വരും. KL10 രജിസ്ട്രേഷൻ, KL10 മലപ്പുറം രജിസ്ട്രേഷൻ ആണ്. വേറെ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? മെയിൻ ഗ്ലാസ് മാറ്റേണ്ടതായി കണ്ടാലും വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വേറെ ഒന്നുമില്ല. 1,99 അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. 1,99 അവര് ചോദിക്കുന്ന റേറ്റ് ആണ്. അതെ, കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ നിങ്ങൾ ത്രൂ സംസാരിപ്പിച്ചു കൊടുക്കാം. 2011 വരെ 12 വരെ നമ്മൾ ഈ പറഞ്ഞ റേറ്റിൽ കാണാറുണ്ട്. അപ്പോൾ 13 വണ്ടി നമുക്ക് 2,30,000 കൊടുത്തു. VXI വണ്ടി. നമ്മൾ മുന്നേ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വില കൂടുതലാണ്. അതെ, കസ്റ്റമറോട് ചോദിച്ചിട്ട് നിങ്ങൾ പറയാം. ആവശ്യക്കാർ വരുന്നവരൊന്നും ബാർഗൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. ഓ, അല്ല, ആളിത്ര കിട്ടണമെന്ന് ഫൈനൽ പറഞ്ഞിട്ടില്ല. ഇല്ല, കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അടുത്തത് ഇത് 2011 ഇതും പാർക്ക് ആൻഡ് സെയിലാണ്. രണ്ടും അത് പാർക്ക് ആൻഡ് സെയിൽ അതിനെ കൊണ്ട് സൈഡിൽ വിട്ട്. 2011 വീഡിയോ ആണ് വരുന്നത്. രണ്ടാമത്തെ ഓണർഷിപ്പ് ഡീസലാണ്. 1,40 ഓടിയിട്ടുണ്ട്. 1,40 കിലോമീറ്റർ. ഓക്കെ. 2,95 ചോദിക്കുന്ന റേറ്റ്. 2,95 റേറ്റ് വയ്ക്കുന്നത്. അതെ. 2011 വണ്ടിക്ക്. അതെ, കുറച്ച് കൊടുക്കാന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇത് രണ്ടും ഒരേ ആളെ വണ്ടിയാണോ? അല്ല, വേറെ വേറെ ആൾക്കാരാ? 2 കസ്റ്റമർ വണ്ടിയാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ വണ്ടിക്ക് നിങ്ങൾ മാക്സിമം റേറ്റ് കുറയ്ക്കുന്നുണ്ട്. പാർക്കിംഗ് സെയിൽ വരുന്ന വണ്ടിക്ക് ഒരു നല്ല റേറ്റ് ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ലല്ലോ. നമ്മൾ പറയുന്നതായിട്ട് കുറച്ച് കൊടുത്താലോ? പറയാൻ പറ്റില്ല. അതെ, ഫണ്ട് ആവശ്യമുള്ളവരൊക്കെയാണ് ചിലപ്പോൾ കുറച്ച് കൊടുക്കാൻ സാധ്യത. ഈ 2 വണ്ടിയും പാർക്കിംഗ് സെയിൽ ഒരുമിച്ച് തന്നെ ഞാനും പറയുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങൾ നോക്കിയ കാഴ്ചയിൽ എന്തെങ്കിലും മെക്കാനിക്കൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ? മെക്കാനിക്കൽ കുഴപ്പങ്ങളൊന്നുമില്ല. ഫാമിലി ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ശരി. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ വാഗണർ അല്ലേ? 2019. അത് അഡ്വാൻസ് ആയി. എത്രയ്ക്കായത്? അത് 4,90,000 രൂപയൊക്കെയാണ്. 4,90. 2019 വാഗണർ VXI, 30,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, ക്ലീൻ പീസ് വണ്ടി. അതെ, അത് ഡെലിവറി ആണെന്ന്. ഇപ്പോൾ ഡെലിവറിയാ? നല്ല സർവീസാണ്. സന്തുഷ്ടനാണോ? സംതൃപ്തനാണോ? ബൊലേറോ, മഹീന്ദ്രയുടെ ബൊലേറോ ആണ്. എഞ്ചിൻ ഏതാ വരുന്നത്? 2011 M2DI. M2DI എന്ന് പറയുന്നേരം വലിയ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഡീസൽ ഏകദേശം ഒരു 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, അതേപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. യൂട്ടിലിറ്റി വെഹിക്കിൾ ആണ്. 7 സീറ്റർ ആണ്. 2011 SLX ആണോ വേരിയൻ്റ്? അതെ, SLS. ഓക്കെ. ഓപ്ഷൻ വരുന്നത് SLX ആണ്.
ഓണർഷിപ്പ് എത്ര ഉണ്ട് ഇതിന്? സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 1,30,000 കിലോമീറ്റർ. 1.30 ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? ഹിസ്റ്ററി ഉണ്ടായിരിക്കും, ചെക്ക് ചെയ്തോട്ടെ. ഓക്കെ. അതേ സമയത്ത് ടയേഴ്സ് ഒക്കെ ആവറേജ് ആണ്. റേറ്റ് എത്ര ചോദിക്കുന്നത്? 3.45 ചോദിക്കുന്നുണ്ട്. കുറച്ച് റേഞ്ചിൽ 2013 മോഡൽ ടെറാനോ. ഡീസലാണ്. 110 ആണോ 85 ആണോ? 110 PS XP എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ്. അതായത് ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, ബോർഡോർ പവർ വിൻഡോസ് ഉണ്ടാവും, സെൻട്രൽ ലോക്ക് വരുന്നുണ്ടാവും, അതേപോലെ തന്നെ എയർ ബാഗ്സ് ഉൾപ്പെടെ വരുന്നുണ്ടാവും. കോമ്പാക്ട് SUV സെഗ്മെന്റിൽ വരുന്ന 5 സീറ്റർ വണ്ടിയാണ്. ഡീസലിൽ ഏകദേശം 18 റേഞ്ച് വരെ നമുക്ക് മാക്സിമം മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. OE വീൽസ് ഉൾപ്പെടെ വരുന്ന ബാക്ക് വൈപ്പർ വരെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ കാര്യമായിട്ട്? ഇല്ല, റീപ്ലേസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എടുത്തോട്ടെ. ഓക്കെ. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ലേ? ഓ. ടെറാനോ റേറ്റ് എത്ര വരുന്നത്? 4,35,000 രൂപ. 4.35. 2012 ഒക്കെ നമ്മൾ അതിനും താഴെ നല്ലപോലെ കുറച്ച് റേറ്റ് 13 കാണാറുണ്ട്. പക്ഷെ കിലോമീറ്റർ വേരിയേഷൻ വരാറുണ്ട്. 74,000 ജെന്യൂൻ കിലോമീറ്റർ അല്ലേ? പുതിയ ഇൻഷൂറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഓക്കെ. അല്ല 74,000 കിലോമീറ്റർ എന്നുള്ള ജെന്യൂൻ കിലോമീറ്റർ. ഓ, ജെന്യൂൻ കിലോമീറ്റർ. കാരണം സാധാരണ നമ്മൾ ടെറാനോ കാണുന്ന ഒക്കെ 1.10 1 രൂപയാണ്. അല്ല, അത് ജെന്യൂൻ കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ തന്നെയാണ്. ഇപ്പൊ നിലവിലുള്ള കണ്ടീഷൻ എന്താ വണ്ടിയുടെ? നല്ല മെക്കാനിക്കൽ ഫിറ്റാ. ഫിറ്റ് വണ്ടിയല്ലേ? ഓ, ക്വാളിറ്റി. 2018 മോഡൽ എത്തിയോസ് കേട്ടോ. 2018 എക്ടിയോസ് സെഡാൻ അല്ലേ വരുന്നത്? സെഡാൻ. ഡീസലാണോ പെട്രോൾ ആണോ? ഡീസൽ. റീവണ്ടിയാണ്. നിലവിൽ കേരളത്തിലേക്ക് നമ്പർ ആയിട്ടുണ്ട്. KL11 രജിസ്ട്രേഷനിലേക്ക്. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്. നല്ല ട്യൂണൊക്കെ ഉണ്ട്. സെഡാൻ ഡീസൽ നമുക്ക് ഏകദേശം ഒരു 18 റേഞ്ച് വരെ ടൊയോട്ട എറ്റിയോസിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. കിലോമീറ്റർ 1.12 കൊടുത്തിട്ടുള്ളൂ. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഉള്ളത്. ഈ 1.12 എന്നുള്ളത് ജെനുവിൻ ആണോ? കമ്പനി വരുന്നവർക്ക് ചെക്ക് ചെയ്തിട്ട് എടുക്കാം. റീവണ്ടി അതിനെ കൊണ്ട് ഉറപ്പ് പറയാൻ പറ്റില്ല കിലോമീറ്ററിന്റെ കാര്യത്തിൽ. വണ്ടിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? 5.80 ചോദിക്കുന്നത്. 5.80 ഡീസൽ റീവണ്ടി 2018 വണ്ടി പറയുമ്പോൾ കുറയൂലേ? കുറയാം. ഫുൾ ലോണ് പറയാൻ പറ്റുമോ നമുക്ക്? ഫുൾ ലോണ് ചെയ്യാൻ പറ്റും. ടാക്സിയിലൊക്കെ ആകുമ്പോൾ പർപ്പസ് ഒക്കെ മെയിനായിട്ട് എടുത്ത് ടാക്സിക്കാരെ കൊണ്ടുപോകും. ടാക്സിക്കാരാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. ടാക്സിക്ക് ആണെങ്കിൽ ഫുൾ ലോൺ കിട്ടില്ല. അല്ലാത്തവർക്ക് മാക്സിമം ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം നോർമലി യൂസ്ഡ് കാറിന് 5 വർഷത്തേക്ക് നമുക്ക് EMI കിട്ടുന്നുണ്ടാവോ? അതെ. മോഡൽ കൂടുതലാണല്ലോ. അപ്പോൾ മോഡൽ കൂടുതലാണ്. 5 എന്നുള്ളത് അതിന് മുകളിൽ കിട്ടൂലല്ലോ. ഇല്ല, 4-5 ഒക്കെ പ്രതീക്ഷിക്കാം. അതെ. അതേസമയത്ത് EMI റേഞ്ചിൽ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2,400 2,200 ആ റേഞ്ചിൽ EMI 1 ലാഖിന്. ഓക്കെ. ബ്രസ വീഡിയോ ഓപ്ഷൻ അല്ലേ? മിഡിൽ ഓപ്ഷൻ. ഓണർഷിപ്പ് എത്ര വരുന്നത്? 2017 മോഡല്. ഓണർഷിപ്പ് സിംഗിൾ ആണ് വരുന്നത്, ഒറ്റ ഓണർ. ഫീച്ചർ സൈഡിൽ AC പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടാവും, ഫോർഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട്. കമ്പനി സർവീസ് ഉണ്ട്. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. കമ്പനി സർവീസ് വരുന്നുണ്ട്. കിലോമീറ്റർ എത്ര? 1,20,000 കിലോമീറ്റർ. 1.20. ഓക്കെ. KL59 തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വണ്ടിയാണ്. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. വീഡിയോയില് ഡ്യുവൽ ടോൺ ഇത് കൺവേർട്ട് കമ്പനി തന്നെ ചെയ്താണ്. RC-നകത്ത് ഇൻഷുറൻസിനകത്തൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എടുക്കുന്ന അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും ഇല്ല. ലോണൊക്കെ ഏകദേശം എത്ര കിട്ടുന്നുണ്ടാവും? ഏകദേശം 6 ലക്ഷം രൂപ ലോൺ ചെയ്യാം. 6 ലക്ഷത്തോളം ലോൺ കിട്ടുന്നുണ്ടാവും. റേറ്റ് എത്ര ചോദിക്കുന്നത്? റേറ്റ് 6.25 ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കും. നമ്മൾ മുന്നേ 2016 പറഞ്ഞത് 6.40 ആ റേഞ്ചിലായിരുന്നു. അതെ. ഇത് 2017 ആണ്. 6.25 ചോദിക്കുന്നത്. എടുക്കുന്നൊക്കെ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും കണ്ടതായിട്ടുണ്ടാവും? ഇല്ല, വർക്കുകളൊന്നുമില്ല. കംപ്ലീറ്റ് വർക്ക് ക്ലിയർ ആക്കിയിട്ടാണ് കൊടുക്കാൻ മതി. ഓക്കെ. സാർക്ക് അടുത്ത് 2015 മോഡല് ഡിസയർ വീഡിയോ എന്ന് പറയുന്നത് ഡിസയറിനകത്ത് മിഡിൽ ഓപ്ഷൻ ആണ്. ഫീച്ചർ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ AC വരുന്നുണ്ടാവും, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ടാവും, 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. ഇത്രയ്ക്കായിരിക്കും ബേസിക് ഫീച്ചറായിട്ട് വരുന്നുണ്ടാവുക. ഫിയാറ്റിന് മൾട്ടിജെറ്റ് എഞ്ചിനിലെ ഡീസൽ നമുക്ക് ഏകദേശം 18-20 റേഞ്ചിൽ വരെ മൈലേജ് ഡിസയറിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,10,000 മീറ്റർ. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? ചെക്ക് ചെയ്യാം. ഓക്കെ. ഓണർഷിപ്പ് എത്ര വരുന്നത്? ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വേറെ എടുക്കുന്ന ആൾക്ക് ഇപ്പൊ ചെയ്യേണ്ടതായിട്ട് എന്തെങ്കിലും ഇല്ല. നല്ല വണ്ടിയാണ്. വണ്ടിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത് സാബിക്ക? 4,45,000 രൂപ. 4.45 വണ്ടിക്ക് റേറ്റ്. ലോണ് 4.25 മുകളിൽ കയറുമോ? ഓ, ഫുൾ ലോൺ പറയാൻ പറ്റുമോ? ഏകദേശം ഫുൾ ലോൺ പറയാം. ഓക്കെ. സാബിക്ക അടുത്തത് നിസാന്റെ ടെറാനോ. KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആണ്. 2016 85 അല്ലേ? XL 85 XL വേരിയന്റ് മിഡിൽ ഓപ്ഷൻ ആയിരിക്കും. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ 2 എയർ ബാഗ് വരുന്നുണ്ടാവും, 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും.
AC പവർ സ്റ്റിയറിംഗ് ഇത്രയായിരിക്കും വരുന്നുണ്ടാവുക. മുന്നേ കണ്ട ടെറാനോൻ്റെ സെയിം കോമ്പാക്ട് യൂട്ടിലിറ്റി വെഹിക്കിളാണ്. അല്ല കോമ്പാക്ട് SUV. യോ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. നിലവിലുള്ള കണ്ടീഷൻ എന്താ വണ്ടിയുടെ? ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ലോ കിലോമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഡീസൽ വണ്ടി ഇങ്ങനെയുള്ളൊരു വണ്ടി നമ്മൾ നോർമലി 1 lakh ഒക്കെ കാണാറുണ്ട്. അത് ചോദിക്കുന്ന കിലോമീറ്റർ കുറവാണ്. റേറ്റ് എത്ര വരുന്നത് ഏകദേശം? ഇത് ബാർഗാൻ സെയിലാണ് വണ്ടി നമുക്ക് വരുന്നത്. ഓക്കെ, ഹിന്റ് വന്നിട്ടുണ്ട്, വില വ്യത്യാസം ഉണ്ട് എന്നുള്ളത്. കാർക്രാഡിന്റെ വില ആയിരിക്കില്ല എന്നുള്ളത് ഹിന്റ് വന്നിട്ടുണ്ട്. എത്ര? 640 ചോദിക്കുന്നുണ്ട്. കുറച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ ചോദിക്കുന്നതല്ല. അല്ലല്ല, പാർട്ടി ചോദിക്കുന്ന വിലയാണ്. ഇനിയിപ്പോൾ കസ്റ്റമർ കുറച്ച് കൊടുക്കാം ചാൻസ് റേറ്റ് ആണ്. പക്ഷേ ഡൽഹി വണ്ടി അതേ ഉള്ളൂ. ഈ വണ്ടി നോക്കുന്നവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിലൊരു ഇന്നോവ ക്രിസ്റ്റ. ഡീറ്റെയിൽ എങ്ങനെയാണ് സാധിക്കാം? 2016 Z ഓട്ടോമാറ്റിക് ആണ് വരിക. ഓക്കെ, ഡീസലാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. സെറ്റ് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട കേരള വണ്ടി സെയിം തന്നെ. എയർ ബാഗ്സ് വരുന്നുണ്ടാവും, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ടാവും. പൈലറ്റ് സീറ്റിംഗ് ഉൾപ്പെടെ 7 സീറ്റർ ആയിരിക്കും വരുന്നുണ്ടാവുക. 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. സെറ്റിൽ ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ടാവില്ല, ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. ഡീസൽ അല്ലേ ഓട്ടോമാറ്റിക്? ഡീസൽ ഓട്ടോമാറ്റിക് സെറ്റിൽ 140 ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്റർ ഉള്ള വണ്ടിയാണത്. ഓ, ഹിസ്റ്ററുള്ള വണ്ടി. എത്ര ചോദിക്കുന്ന ഈ ഒരു റീ രജിസ്ട്രേഷൻ വരുന്ന? NOC 1475 കേട്ടോ. NOC 1475 2016 വണ്ടി. 16 വണ്ടിക്ക്. അത് ഇപ്പം NOC ട്രാൻസ്ഫർ ചാർജസ് ഒക്കെ ഏകദേശം എത്ര വരുന്നുണ്ടോ? അറൗണ്ട് NOC വെച്ചാൽ NOCന്റെ ചാർജ് നോക്കിയിട്ട് RT ഓഫീസിൽ നോക്കിയിട്ട് നമുക്ക് എത്ര ടാക്സ് വരുന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാം. റേറ്റ് ഫൈനലൊന്നും അല്ലല്ലോ. അല്ലല്ല, രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോൺ ഏകദേശം ഒരു 16ന്റെ അടുത്ത് തന്നെ കിട്ടില്ലേ? 15-16 എന്തായാലും ലോൺ കിട്ടില്ല. തീർച്ചയായിട്ടും. വീഡിയോ ആണ്. ഇത് ZDI 18 ആണ്, ഒരു വർഷം കൂടി കൂടുതലാണ്. ഓക്കെ, മറ്റേത് 17 വീഡിയോ ആയിരുന്നു, 18 ZDI ആണ്. ഓക്കെ, കിലോമീറ്റർ എത്ര? സിംഗിൾ ഓണർ വണ്ടിയാണ്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1.10 കിലോമീറ്റർ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ZDI നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, 2 എയർ ബാഗ്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, ABS, ഇങ്ങനെ ഒരുപാട് പ്രീമിയം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ alloy wheels ഉൾപ്പെടെ വരുന്നുണ്ടാവും. ഫിയാറ്റിന്റെ സെയിം എഞ്ചിൻ തന്നെയായിരിക്കും. ഏകദേശം 18 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. പ്രസ ZDI പ്ലസ് അല്ലല്ലോ, വെറും ZDI അല്ലേ ഉള്ളൂ. ZDI ഉള്ളൂ. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? അപാകതകൾ അല്ലെങ്കിൽ കുറ്റം പറയുകയാണെങ്കിൽ? ഇല്ല, ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലാതെ നല്ല വണ്ടി. ഫുൾ കമ്പനി സർവീസ്. ഫുൾ കമ്പനി സർവീസ് ആണ്. ലോൺ ഏകദേശം എത്ര കിട്ടുന്നുണ്ടാവും? ഏകദേശം 7.5 റേഞ്ചിൽ ലോൺ കിട്ടുന്നുണ്ടാവും. വണ്ടിക്ക് റേറ്റ് വയ്ക്കുന്നത് 860 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കാം. നമ്മളെ പ്രസ വീഡിയോ വെച്ച് നോക്കുന്നേരം റേറ്റ് വ്യത്യാസമുണ്ട്, കുറച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ സാധിക്കാൻ്റെ കാർക്കാടിലെ മെഗാ മേളനകത്തുള്ള വണ്ടികളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. വിലകൾ ചില പാർക്കിംഗ് സെയിൽ വണ്ടികൾക്ക് നല്ല കൂടുതലാണെന്നുള്ളത് വില കൂടുതലാണ്. മുതലാളിയും പറഞ്ഞു, ഞാനും പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് വില കുറവുള്ള വണ്ടികളും ഉണ്ട് കേട്ടോ. ഒരുപാട്. അതെ, സ്റ്റോക്ക് നമ്മൾ കണ്ടിടത്തോളം ഒക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഗ്യാപ്പ് ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല റേറ്റ് കുറവാന്നുള്ളത്. അപ്പോൾ 25-ാം തീയതി വരെ മേള ഉണ്ട്. അതിനുള്ളിൽ ഏത് ഡേറ്റ്? ഞായറാഴ്ച ഉണ്ട്. നാളെ ഉണ്ടാവൂലേ? നാളെ ഉണ്ടാവും. ഞായറാഴ്ചയും വർക്കിംഗ് ആണ്. വേറെ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ, അസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചെയ്ത് കൊടുക്കും. ലോൺ വേണ്ടൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കും. എല്ലാ സപ്പോർട്ടും കസ്റ്റമർ വരിക, വണ്ടി നോക്കുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റേറ്റ് നിങ്ങൾ സംസാരിച്ച് കൊടുക്കുക. ലോണൊക്കെ അവർക്ക് കുറെ വീഡിയോയിൽ കുറച്ച് കൊടുക്കുന്ന എനിക്കും ഡൗട്ട് ഉണ്ട്. എനിക്കാണത് കുറച്ച് കൊടുക്കുന്നല്ലാണ്ട് മാക്സിമം കുറച്ചിട്ടാണ് അവിടെ കസ്റ്റമേഴ്സ് ഒക്കെ വണ്ടി ഉണ്ട്. അല്ല, അത് കഴിഞ്ഞ ദിവസം സ്വിഫ്റ്റിന്റെ ഒക്കെ വീഡിയോ നമ്മൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതേപോലെ തന്നെ കുറെ പേർക്ക് മനസ്സിലായിട്ട് അവർ കമന്റ് ചെയ്തിട്ടുമുണ്ട്. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. തീർച്ചയായിട്ടും ഒന്ന് വന്ന് വെറുതെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക, അത്രേ ഉള്ളൂ. വന്നാൽ മതി, മേടിക്കണം നിർബന്ധമൊന്നുമില്ല, വന്നാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോയിൽ പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്ക്, പുളിക്കൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATM, പുളിക്കൽ ലാൻഡ്മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സിന് നേരെ ഓപ്പോസിറ്റുള്ള ഗ്രൗണ്ടിലാണ് ഈ ഒരു മേള നടക്കുന്നത് എല്ലാം തന്നെ. അപ്പോൾ വീഡിയോ റാപ്പ് ചെയ്യണം. മറ്റൊരു വീഡിയോ കാണുമ്പോൾ റാപ്പി സൈനിങ് ഓഫ്. അഡിയോസ്.